സന്തോഷമുണ്ട്. അതന്നെ ഭയങ്കര ഹാപ്പിയാണ്. സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. നമ്മൾ കുറച്ച് നേരം ലൈക്ക് ഇരുന്ന് കാണുമായിരുന്നു. ഇതിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ സന്തോഷത്തിലാണ്. ഞങ്ങൾ നേരെ കാത്തിരിക്കുകയായിരുന്നു ഇത്തവണ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട്. ഈ മേഡൻ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിനുള്ള ഒരു അംഗീകാരം കൂടിയല്ലേ? ഒരു തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് കലാകാരൻ പറയുന്ന രാഷ്ട്രീയത്തിനും കൂടിയുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിന്. പിന്നെ നമ്മൾ എടുക്കുന്ന പണി നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി മേഡൻ വേട്ടയാടുപൂടാണ് വേറൊരു പലതരത്തിലും. അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം സത്യത്തിൽ ഈ അവാർഡ് നൽകുന്നില്ലേ? സന്തോഷമുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട്. ജീവിതമൊക്കെ പഴയ പോലെയൊക്കെ തന്നെ. ഈ സിനിമയിൽ തന്നെ ഇപ്പം ലിറിസിസ്റ്റ് ആണ്. അപ്പോൾ ആ സിനിമയോട് ചേർത്ത് വെക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു. കാരണം ആ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്നത് തന്നെ കേരളം കടന്ന് വേറൊരു ലെവലിലേക്ക് പോയ വരികളായിരുന്നു. അപ്പോൾ ആ ഒരു വരികൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അപ്പോൾ എനിക്കും സന്തോഷമായത് ഒരു പാട്ടുകാരൻ എന്നുള്ളൊരു നിലയിനേക്കാളും ലിറിസിസ്റ്റ് എന്ന് പറയുന്ന അങ്ങനെ അംഗീകരിക്കപ്പെടുമ്പോഴൊക്കെ ലൈക്ക് ഒരു 100% എഫർട്ട് എടുത്തിട്ടാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. അതിനെല്ലാം ലൈക്ക് ഇപ്പോൾ എനിക്ക് അതിനൊരു സാധ്യത തന്നത് ചിദംബരം ചേട്ടനാണ്. ചിദംബരം ചേട്ടനും അവാർഡുണ്ട്. പിന്നെ മഞ്ഞുമൽ ബോയ്സിന് മൊത്തത്തിൽ ഞാൻ കണ്ടത് ഒരു 5-6 അവാർഡ് പ്രഖ്യാപിക്കണം ഞാൻ കേട്ടു പടത്തിന് മാത്രമായിട്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഫാമിലി മൊത്തം ഹാപ്പിയാണ്. ഇല്ല, ഇനി വേണം ഉണ്ട്. ഓക്കെ. ഓ പിന്നെ പിടിച്ചതെല്ലാം പുലിവാലിടാ, കണ്ട മൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ. താങ്ക് യു.